ഒന്ന് ആലോചിച്ചു നോക്കൂ, 16 കോടി വർഷം അത്രയും കാലം ദിനോസറുകൾ ഈ ഭൂമി അടക്കി വാഴുകയായിരുന്നു. എന്നിട്ടോ ഒരൊറ്റ ദിവസം ഒരു ഛിന്നഗ്രഹം വന്ന് എല്ലാം മാറ്റിമറിച്ചു. പക്ഷേ ഇത് വെറുമൊരു അവസാനത്തിന്റെ കഥയല്ല. ആ ലോകാവസാനം സത്യത്തിൽ നമ്മളുടെയൊക്കെ കഥയുടെ തുടക്കമായിരുന്നു. അതെ, ഇത് ദിനോസറുകൾ എങ്ങനെ ചത്തൊടുങ്ങി എന്നതിന്റെ കഥയല്ല, മറിച്ച് ജീവൻ തോൽക്കാൻ കൂട്ടാക്കിയില്ല എന്നതിന്റെ കഥയാണ്. ആകാശവും കടലും തീ കൊണ്ട് കത്തുമ്പോഴും ജീവൻ തന്റെ അടുത്ത ശ്വാസത്തിനായി കാത്തിരിക്കുകയായിരുന്നു. അപ്പോ നമുക്ക് ആ ദിവസത്തിലേക്കൊന്ന് തിരികെ പോയി നോക്കിയാലോ? 16 കോടി വർഷം നീണ്ട ഭരണം കണ്ണിമ ചിമ്മുന്ന നേരം കൊണ്ട് ഇല്ലാതായി. ആ ഒരൊറ്റ ആഘാതം ഭൂമിയെ എന്നേക്കുമായി മാറ്റിമറിച്ചു. അതൊരൊറ്റയടിക്ക് തീർന്നില്ല. ആഘാതത്തിന് പിന്നാലെ വന്നത് ഒന്നിനു പുറകെ ഒന്നായി ദുരന്തങ്ങളായിരുന്നു. ആദ്യം ആ ഭീമാകാരമായ ഇടി, പിന്നെ ആ ഇടിയിൽ നിന്ന് ഭൂമിയെ മുഴുവൻ വിഴുങ്ങിയ ഒരു തീക്കാറ്റ്, ഒടുവിൽ ആ പുകയും പൊടിയും കാരണം സൂര്യരശ്മി പോലും ഭൂമിയിലെത്താതെ വർഷങ്ങളോളം നീണ്ടുനിന്ന ഒരു തണുത്തുറഞ്ഞ കാലം, ഒരു ഇംപാക്റ്റ് വിന്റർ. ആ തീയെല്ലാം കെട്ടടങ്ങിയപ്പോൾ ഭൂമിയിലാകെ ഒരു നിശബ്ദത പടർന്നു. എങ്ങോട്ട് നോക്കിയാലും ചാരത്തിന്റെ ഒരു പുതപ്പ് മാത്രം. പുതിയൊരു ജീവന്റെ ആദ്യത്തെ തുടിപ്പിനായി ഭൂമി ശ്വാസമടക്കി കാത്തിരുന്നു. അപ്പോ ഈ വീണ്ടെടുപ്പിന്റെ ആദ്യത്തെ തെളിവെന്താണെന്നറിയോ? അതിനെ ശാസ്ത്രജ്ഞർ ഫേൺ സ്പൈക്ക് എന്നാണ് വിളിക്കുന്നത്. ആ ചാരത്തിന്റെ പാളിക്ക് തൊട്ടുമുകളിൽ ലോകത്തെവിടെ നോക്കിയാലും പന്നൽ ചെടികളുടെ വിത്തുകളുടെ ഒരു ഘനത്ത പാളി കാണാം. അതാണ് ആ മുറിവേറ്റ ഭൂമിയിൽ പച്ചപ്പ് തിരികെ വരുന്നു എന്നതിന്റെ ആദ്യത്തെ അടയാളം. ഇത് ശാസ്ത്രജ്ഞർക്കൊരു ഡേറ്റ മാത്രമായിരിക്കാം. പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഭൂമി അതിന്റെ മുറിവുകൾ സ്വയം പച്ചപ്പുകൊണ്ട് കെട്ടിഭേദമാക്കുന്നതുപോലെയല്ലേ ഇത്? ശരി, അപ്പോൾ ചെടികളുടെ കാര്യം അങ്ങനെ. ഇനി മൃഗങ്ങളുടെ കാര്യമോ? മാളങ്ങളിലും മറ്റു ഒളിസങ്കേതങ്ങളിലുമൊക്കെ ഒളിച്ചിരുന്ന് രക്ഷപ്പെട്ടവർ പതിയെ പുറത്തേക്ക് വന്നു. പക്ഷെ അവർ കണ്ടത് പഴയ ലോകമായിരുന്നില്ല. അതിജീവനത്തിന്റെ നിയമങ്ങളെല്ലാം ഒരൊറ്റ രാത്രി കൊണ്ട് മാറ്റിയെഴുതപ്പെട്ടിരുന്നു. ഇവിടെയാണ് ഏറ്റവും വലിയൊരു മാറ്റം സംഭവിക്കുന്നത്. ദിനോസറുകളെ ഇത്രയും കാലം വിജയികളാക്കിയതെന്തോ, അതായത് അവരുടെ ഭീമാകാരമായ വലിപ്പവും ശക്തിയും, അത് തന്നെ അവർക്കൊരു ബാധ്യതയായി മാറി. നേരെ മറിച്ച് നമ്മുടെ പൂർവികരായ സസ്തനികളുടെ ചെറിയ ശരീരവും ഏത് സാഹചര്യവുമായും പൊരുത്തപ്പെടാനുള്ള കഴിവും, അതായി മാറി പുതിയ ലോകത്തിലെ സൂപ്പർ പവർ. തീർച്ചയായും സസ്തനികൾ മാത്രമല്ല രക്ഷപ്പെട്ടത്. വെള്ളത്തിൽ കഴിഞ്ഞിരുന്ന മുതലകളും ആമകളുമൊക്കെ രക്ഷപ്പെട്ടു. പിന്നെ ചെറിയ മാളങ്ങളിൽ ഒളിച്ചിരുന്ന പ്രാണികൾ, ആഴക്കടലിലെ മീനുകൾ, ഇവരൊക്കെ ഈ വലിയ ദുരന്തത്തെ അതിജീവിച്ചു. അവരുടെ പ്രത്യേക ജീവിത രീതികൾ അവരെ രക്ഷപ്പെടാൻ ഒരുപാട് സഹായിച്ചു. പക്ഷേ കഥ ഇവിടെ തീരുന്നില്ല. ഭൂമിയുടെ ഭാവം വീണ്ടും മാറാൻ പോവുകയായിരുന്നു. ആ നീണ്ട തണുപ്പുകാലം കഴിഞ്ഞപ്പോൾ അന്തരീക്ഷത്തിൽ നിറഞ്ഞ കാർബൺ ഡയോക്സൈഡ് ഭൂമിയെ ഒരു ആഗോള ഗ്രീൻ ഹൗസാക്കി മാറ്റി. അതായത് ഭൂമി ആകെ ചൂടുപിടിക്കാൻ തുടങ്ങി. ഇതോടെ അതുവരെ പച്ചയും തവിട്ടും നിറങ്ങൾ മാത്രം കണ്ടിരുന്ന ലോകത്തേക്ക് ഒരു വർണ്ണവിസ്ഫോടനം തന്നെ നടന്നു. ഈ പുതിയ ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥ പൂക്കുന്ന ചെടികൾക്ക് വളരാൻ ഏറ്റവും അനുയോജ്യമായിരുന്നു. അങ്ങനെയാണ് ജീവന്റെ ഒരു പുതിയ താളം തുടങ്ങുന്നത്. പൂക്കൾ നല്ല ഊർജമുള്ള തേൻ നൽകാൻ തുടങ്ങി. അതിന് പകരമായി തേനീച്ചകളും ചിത്രശലഭങ്ങളും പോലുള്ള പ്രാണികൾ പരാഗണം നടത്താൻ സഹായിച്ചു. ഇതൊരു കൊടുക്കൽ വാങ്ങലായിരുന്നു. മത്സരിക്കുന്നതിന് പകരം ജീവികൾ പരസ്പരം സഹകരിക്കുന്ന ഒരു പുതിയ രീതിയിലേക്ക് ലോകം മാറി. അങ്ങനെ ദിനോസറുകൾ ഒഴിഞ്ഞുകിടന്ന ആ ലോകം, അത് നമ്മുടെ പൂർവികരായ സസ്തനികൾക്ക് അവകാശപ്പെട്ടതായി. ഇത്രയും കാലം ഭീമാകാരന്മാരുടെ നിഴലിൽ പേടിച്ചു ജീവിച്ചവർ ഇപ്പോൾ ആ ലോകത്തിന്റെ പുതിയ അവകാശികളായി. ഇതൊരു പുതിയ യുഗത്തിന്റെ തുടക്കമായിരുന്നു. ഏകദേശം 1 കോടി വർഷം. ഭൂമിയുടെ ചരിത്രത്തിൽ ഇത് വെറുമൊരു കണ്ണിമ വെട്ടുന്ന സമയം മാത്രമാണ്. അത്രയും കുറഞ്ഞ സമയം കൊണ്ട് എലിയെപ്പോലിരുന്ന ചെറിയ ജീവികളിൽ നിന്ന് സസ്തനികൾ അവിശ്വസനീയമായ രൂപങ്ങളിലേക്ക് മാറി. ആ മാറ്റം ശരിക്കും അവിശ്വസനീയമായിരുന്നു. ചില സസ്തനികൾ തിരികെ വെള്ളത്തിലേക്ക് പോയി തിമിംഗലങ്ങളായി മാറി. ചിലർ കരയിലെ ഭീമന്മാരായി, വേട്ടക്കാരും ഇരകളുമായി. ചിലരാണെങ്കിൽ വവ്വാലുകളായി ആകാശത്തെ കീഴടക്കി. വേറെ ചിലർ അവരെ തിരിച്ചു മരങ്ങളിലേക്ക് തന്നെ കയറിപ്പോയി. ആ മരങ്ങളിൽ കയറിപ്പോയവരിൽ നമ്മുടെ കുടുംബത്തിലെ ഒരു പ്രത്യേക ശാഖ, അവർ പുതിയ ചില കഴിവുകൾ നേടുന്നുണ്ടായിരുന്നു. മരങ്ങളിലെ ജീവിതത്തിന് അവർക്ക് ചില പ്രത്യേക കഴിവുകൾ കൂടിയേ തീരും. മരക്കൊമ്പുകളിൽ മുറുകെ പിടിക്കാനുള്ള കൈകൾ, ദൂരം കൃത്യമായി അളക്കാനുള്ള സ്റ്റീരിയോസ്കോപ്പിക് കാഴ്ച, പിന്നെ കാര്യങ്ങൾ ഓർക്കാനും പഠിക്കാനും സഹായിക്കുന്ന വലിയൊരു തലച്ചോറ്. ഇതെല്ലാമായിരുന്നു മനുഷ്യനിലേക്കുള്ള യാത്രയിലെ ആദ്യത്തെ നിർണായക ചുവടുകൾ. പക്ഷേ ആ പഴയ രാജാക്കന്മാരുടെ കഥ അവിടെ തീരുന്നുവെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇല്ല, അവിടെ രസകരമായൊരു ട്വിസ്റ്റ് കൂടിയുണ്ട്. ചോദ്യമിതാണ്, എല്ലാ ദിനോസറുകളും അന്ന് ശരിക്കും ഇല്ലാതായോ? ഇല്ല. ടീറക്സ് ഒക്കെ ഉൾപ്പെടുന്ന അതേ ദിനോസർ കുടുംബത്തിലെ തൂവലുകളുള്ള ഒരു വിഭാഗം,
അവരെ രക്ഷപ്പെട്ടു. ഇന്ന് നമ്മളവരെ പക്ഷികളെന്ന് വിളിക്കുന്നു. അതെ, നമ്മുടെ ചുറ്റും പറന്നു നടക്കുന്ന പക്ഷികൾ. അവരുടെ ചെറിയ ശരീരവും ശരീരത്തിലെ ചൂട് നിലനിർത്താനുള്ള കഴിവും ആ കഠിനമായ തണുപ്പുകാലത്തെ അതിജീവിക്കാൻ അവരെ സഹായിച്ചു. അപ്പോ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ഇതാണ്: വംശനാശം എന്നത് വെറുമൊരു അവസാനം മാത്രമല്ല. അത് ഭയാനകമാണ്, സംശയമില്ല. പക്ഷേ അതോടൊപ്പം അതൊരു പുതിയ തുടക്കം കൂടിയാണ്. പഴയതിനെ തുടച്ചു നീക്കി പുതിയ സാധ്യതകൾക്ക് വഴിയൊരുക്കുന്ന ഒരു റീസെറ്റ് ബട്ടൺ പോലെ. അപ്പോൾ നമുക്ക് ഈ രണ്ട് കാലഘട്ടങ്ങളെ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കാം. ദിനോസറുകളുടെ കാലഘട്ടം, 16 കോടി വർഷം നീണ്ട ആ ഭരണം ശക്തിയെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. എന്നാൽ അതിനുശേഷം വന്ന സസ്തനികളുടെ യുഗം ഭരിക്കുന്നത് സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനുള്ള കഴിവും സഹകരണവുമാണ്. എന്നാൽ സസ്തനികളുടെ ഈ യുഗത്തിൽ മറ്റൊരു പുതിയ ശക്തി കൂടിയുണ്ട്: നമ്മുടെ ബുദ്ധി, നമ്മുടെ മനസ്സ്. 66 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് നടന്ന ആ ദുരന്തത്തിൽ നിന്ന് നമുക്ക് പൈതൃകമായി ലഭിച്ച ഈ ലോകത്തെയും ഈ കഴിവിനെയും വെച്ച് നമ്മൾ എന്തു ചെയ്യും? അതൊരു വലിയ ചോദ്യമാണല്ലേ?